നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായകമായ രേഖ പുറത്ത്. മരണപ്പെട്ട സ്മിത നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും 58,000 രൂപ ലോൺ എടുത്തിരുന്നു. കൃത്യമായി അടച്ചുവന്ന ലോൺ തുക മകന്റെ പഠന ചെലവുമായി ബന്ധപ്പെട്ട് മുടങ്ങി. തുടർന്ന് സ്മിത ജോലി ചെയ്തു വന്നിരുന്ന തുണിക്കടയിലെത്തി ഫിനാൻസ് കമ്പനി ജീവനക്കാർ ഭീഷണിപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട പരാതിയാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് നൽകിയത്. കുടുംബസമേതം ജീവനൊടുക്കുവാൻ പോവുകയാണെന്ന് മണിലാൽ ചില ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസിനായി പലരിൽ നിന്നും കടം വാങ്ങി 9 ലക്ഷം കൈമാറിയിരുന്നു. പണം തിരികെ ലഭിച്ചില്ല. ഈ കടത്തിൽ പലിശ നൽകാൻ വീണ്ടും വായ്പ എടുത്തു. അതും തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തികമായി തകർന്നതിനാൽ മരിക്കുന്നുവെന്നാണ് കുറിപ്പിലുള്ളത്. ഇതിനിടയിലാണ് മരണപ്പെട്ട സ്മിത നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന ആരോപണവും ശക്തമാകുന്നു. ഭാരത് വിഷൻ, തിരുവനന്തപുരം.